don't forget, we made the plan possible by taking out Iran. And speaking of Iran, I hope they're not trying to build up again, because if they are, we're going to have no choice but very quickly to eradicate that build-up. ലോകത്തിന്റെ ഏതൊരു ഭാഗത്തും ഒരു ബോംബ് വീകാൻ ഒരൊറ്റ ബട്ടൺ മതി US പ്രസിഡന്റിനെന്നാണ് പൊതുവേ ഒരു പറച്ചിൽ കേട്ടോ. അതായത് US പ്രസിഡന്റ് ഒരൊറ്റ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് അമേരിക്കൻ ബേസുകളിൽ നിന്നും പിന്നെ അമേരിക്കയിൽ നിന്നും ഡയറക്റ്റ് ബോംബ് പോയി ആ ഒരു സ്ഥലം ഇല്ലാണ്ടാക്കുന്ന പറയുന്നത്. അത്രയും വലിയ ഒരു ലോക പോലീസാണ് അമേരിക്ക എന്നാണ് ഒരു പ്രാസം നമ്മൾ പറയാറ്. ഇപ്പം കഴിഞ്ഞ ദിവസം നെതന്യാഹു അമേരിക്കയിലോട്ട് ചെന്ന് നമ്മുടെ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തി പല യുദ്ധങ്ങൾക്കുള്ള അനുമതി, മൗനാനുമതിയും, മൗനം മാത്രമല്ലാണ്ട് പുറത്തോട്ട് പറഞ്ഞ അനുമതിയും നേടിയിട്ടുമുണ്ട്. അത് പ്രസ് കോൺഫറൻസുകളിലൊക്കെ അവർ പച്ചക്ക് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. So I hope Iran is not trying to build up, as I've been reading, that they're building up weapons and other things. And if they are, they're not using the sites that we obliterated, but they're using possibly different sites. We know exactly where they're going, what they're doing, and I hope they're not doing it because we don't want to waste the fuel on a B-2. It's a 37-hour trip both ways. I don't want to. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒന്നടങ്ങിയിരുന്നു എന്ന് വിചാരിച്ച് ഗസ ഇസ്രായേൽ, അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ, അതുപോലെ തന്നെ ഈ ഇസ്രായേൽ യമൻ, ഇസ്രായേൽ പലസ്തീൻ, ഇസ്രായേൽ ലബനോൻ, ഇസ്രായേൽ മറ്റ് ഹൂത്തികളുടെ പല സ്ഥലങ്ങളിലോട്ടുള്ള യുദ്ധങ്ങൾക്ക് ഒരു അറുതി വന്നു എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. വീണ്ടും നമ്മുടെ നെതന്യാഹു ഇറങ്ങിയിട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും നെതന്യാഹുവിനെ വിചാരണയ്ക്ക് വിധേയനാക്കണം, അഴിമതിയുടെ കാര്യങ്ങളിലും മറ്റ് ജനോസൈഡിൻ്റെ കാര്യങ്ങളും വിചാരണയ്ക്ക് വിധേയരാക്കണം എന്നും പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ പല ഭാഗത്തു നിന്നും പല റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ ആളുകൾ. അപ്പം അത് എതിർക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ തകർത്ത്, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അടുത്തൊരു യുദ്ധത്തിലോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയും പ്രസിഡന്റിനെ പറഞ്ഞവരെ നിലക്ക് നിർത്തുന്ന ഇസ്രായേലി പ്രധാനമന്ത്രിനെയും നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധവും മറ്റ് പല യുദ്ധങ്ങളും, ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള ബാക്കി പല യുദ്ധങ്ങളിലും മുന്നോട്ട് വരാൻ പോകുന്നത്. ഇറാനോട് ഓൾറെഡി അമേരിക്ക കംപ്ലീറ്റ് ഫൈനൽ വാർണിംഗ് കൊടുത്തു കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ബോംബ് മഴ, അതല്ലെങ്കിൽ മിസൈൽ മഴകൾ ഇറാനിൽ വീകും എന്നാണ് പറഞ്ഞത്. ഇറാൻ തക്കതായിട്ടുള്ള മറുപടി തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കക്ക് തിരിച്ച് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളും സജ്ജരാണ്, നിങ്ങൾ എവിടെ പറഞ്ഞാലും എവിടെ എന്ത് ചെയ്താലും നിങ്ങളെ മാളത്തിൽ വന്ന് ബോംബിടാനും ഇപ്പം ഞങ്ങളെ കൊണ്ട് പറ്റും, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയും അതിനുള്ള ആയുധ ബലവും ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിലൂടെ ഇതേ അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ ഈ പാശ്ചാത്യ നമ്മുടെ രാജ്യങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ വെറും കൊരങ്ങന്മാരാക്കിക്കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത് സൗദി അറേബ്യ UAE യുദ്ധം ഏത് നേരം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലായി വരും എന്നറിയില്ല. പക്ഷെ അവരുടെ പല പ്രോക്സി, അവരുടെ നിഴൽ യുദ്ധങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. യമനിൽ നിഴൽ യുദ്ധങ്ങൾ പണ്ട് മുതലേ ഈ പറഞ്ഞ UAEയും അതുപോലെ തന്നെ സൗദിയും കാണിക്കുന്നുണ്ട്. ഇപ്പം യമനിൽ UAE പിന്തുണയ്ക്കുന്ന RSF, അതായത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് ഉണ്ടല്ലേ, ഈ ഗ്രൂപ്പിന് നേരെ സൗദി അറേബ്യ ഒരാക്രമണം നടത്തി. അപ്പം യമനിലും സുഡാനിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളതാണ് സൗദിയും UAEയും ചെയ്യുന്നത്. കാരണം അവിടുത്തെ ഒരു വലിയ ജനങ്ങൾ എന്നല്ല, അവിടുത്തെ ഒരു വലിയ സ്വർണ്ണ ശേഖരത്തിലെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അത് അവിടുന്ന് കടത്തുന്നത് ഈ പറഞ്ഞ സൗദിയും UAEയും തന്നെയാണ്. അപ്പോൾ അവിടെ നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ അവിടുത്തെ ആളുകളെ കൊണ്ട് തമ്മിൽ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സൗദിയും UAEയും തന്നെയാണ്. ഇവർ ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ലെങ്കിലും അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അവർ തന്നെയാണ്. ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത് അമേരിക്കൻ, യൂറോപ്യൻ, ഇസ്രായേലിയൻ തല തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു പിരിമുറുക്കം യുദ്ധം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഗസയിലെ സമാധാന പദ്ധതി, 2ാം ഘട്ട സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേലിയൻ പ്രധാനമന്ത്രി നെതന്യാഹു ബീബി ഇപ്പം അമേരിക്കയിലോട്ട് പോയതെന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയിൽ സന്ദർശിച്ച ഗാസ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടത്തെക്കുറിച്ച് ഇവർ രണ്ടുപേരും ചർച്ച നടത്തി. ട്രംപും നെതന്യാഹുവും ചർച്ച നടത്തി. ഹമാസ് ആയുധം താഴെ വെച്ചിട്ടില്ലെങ്കിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്നാണ് ഡൊണാൾഡ് ട്രംപിനോട് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. അതിന് സപ്പോർട്ട്, ഓക്കെ നിങ്ങൾ തുടങ്ങിക്കോ എന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് കൺഫർമേഷനും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ നെതന്യാഹു തയ്യാറാകാതിരിക്കുന്നത് തന്നെ നെതന്യാഹുവിന്, അല്ലെങ്കിൽ ആ ഒരു എപ്പോൾ യുദ്ധം വേണം എന്നുള്ള കാരണമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ പറഞ്ഞ സൈനികർ അവിടെ തന്നെ നിൽക്കുന്നത്. ഇനി മാത്രമല്ല, അന്താരാഷ്ട്ര സമാധാന സേനനെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്നില്ല. അതായത് ഇനി ഈ പറഞ്ഞ ഗസയിൽ ഒരു സേന അവർ ഫോം ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, തുർക്കിയിൽ നിന്ന് പട്ടാളക്കാരെ വിളിച്ചിട്ടുണ്ട്. അവരൊരു സമാധാന സേന അവിടെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാസയിലെ സമാധാനം നിലനിർത്താൻ തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ
സൈനികരെ ഉൾപ്പെടുത്തി ഒരു അന്താരാഷ്ട്ര സേനയെ കൊണ്ടുവരാനായിരുന്നു ആലോചന. എന്നാൽ ഈ സേന ഹമാസിനെതിരെ പോരാടോ ഇല്ലേ എന്നുള്ളൊരു ആശങ്ക ഈ മുസ്ലിം രാജ്യങ്ങൾക്ക് മൊത്തമുണ്ട്. അതായത് ഈ മുസ്ലിങ്ങളെ വെച്ചിട്ട് തന്നെ മുസ്ലിങ്ങളെ തീർക്കുക എന്നുള്ള ആ ഒരു പദ്ധതി അമേരിക്കൻ്റെയും ഇസ്രായേലിൻ്റെയും പദ്ധതിയാണിത്. ഇത് മറ്റ് മുസ്ലിം രാജ്യങ്ങൾക്ക് ആശങ്ക ഉണ്ട്. ചിലപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി ഒരു മന്തി കഴിച്ച് ചിലപ്പോൾ ഒരു ഐക്യദാർഢ്യം പറഞ്ഞ് അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് അപലപിച്ച് ഒരു മന്തി കഴിച്ച് പിരിയാനുള്ള ചാൻസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. ഇനി ഇസ്രായേൽ ഇറാൻ സംഘർഷം ആണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഏതു നേരം യുദ്ധം വരാം, ഏതു നേരം ഇറാനിലോട്ട് ഇസ്രായേലിൻ്റെ ബോംബ് അമേരിക്കയുടെ ബോംബ് തിരിച്ചു വരാം. അത് തിരിച്ച് ഇസ്രായേൽ ഇറാൻ ഏത് രീതി പ്രതിരോധിക്കും, തിരിച്ച് എങ്ങനെയായിരിക്കും ഇറാൻ്റെ അറ്റാക്ക് എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇറാൻ വീണ്ടും ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് ഇസ്രായേലിനെ ഏത് നേരം ആക്രമിക്കും എന്നുള്ള നെതന്യാഹുവിൻ്റെ പേടി ഇതിൽ വളരെയധികമായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു വാദം മുന്നോട്ട് വെച്ചിട്ട് ഇറാൻ ആയുധം ശേഖരിക്കുന്നു, ആയുധം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ അവരുടെ ആണവോർജം ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ അവർ ഇൻഡയറക്റ്റ്ലി അത് റഷ്യയുടെ സപ്പോർട്ടോടു കൂടി അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് തൻ്റെ മുഖം അല്ലെങ്കിൽ തൻ്റെ കസാര രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു യുദ്ധത്തിലോട്ട് തിരിയാനാണ് നെതന്യാഹു ട്രൈ ചെയ്യുന്നത് അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സൊമാലിലാൻഡ്, അതായത് സൊമാലിയനെ ഇൻഡിപെൻഡൻറ്റ് രാജ്യമാക്കിയിട്ട് നമ്മുടെ നെതന്യാഹു സൊമാലിലാൻഡിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാക്കിയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു അംഗീകാരം എന്തിനാ എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇസ്രായേലിന് സൊമാലിലാൻഡിൽ ഒരു ബേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് നേരിട്ട് ഇറാനെ എതിർക്കാനും ഇറാൻ അതുപോലെ തന്നെ മറ്റ് അറബ് കൺട്രീസിനെ എതിർക്കാനുള്ള ഒരു ചാൻസ് കുറേയും കൂടെ അടുത്തോട്ട് വരും എന്നുള്ളതാണ്. അപ്പം ഇവരെ ഒരു രാജ്യമാക്കി പ്രഖ്യാപിച്ച ഈ ഇസ്രായേലിന് വളരെ ഈസി ആയിട്ട് അവരുടെ സൈനിക ബേസ്, ഞങ്ങളുടെ സൈനിക സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു സൈനിക ബേസ് സൊമാലിലാൻഡിൽ ഈസി ആയിട്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതും ഇപ്പം ഇറാൻ ആക്രമിക്കുന്ന സമയം അല്ലെങ്കിൽ മറ്റ് ലെബനോൻ, മറ്റ് യമൻ രാജ്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അടുത്തോട്ട് വരാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ഇപ്പം ഇത്രയും പെട്ടെന്ന് നെതന്യാഹു മുന്നോട്ട് വെച്ചതും അത് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു കംപ്ലീറ്റ് യുദ്ധം ഏകദേശം മിഡിൽ ഈസ്റ്റിൽ വരാനുള്ള ചാൻസസ് ആണ്. അതിൽ ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക, അതുകൂടാതെ പലസ്തീൻ ഭാഗമായിട്ട് വരും. തുർക്കി ഏത് രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഈ സൊമാലിലാൻഡിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് ഇപ്പം ഈ അറബിക് രാജ്യങ്ങളും തുർക്കിയും അതുപോലെ തന്നെ ചൈനയും ഇതിനെ വളരെ അധികമായിട്ട് എതിർക്കുന്നുണ്ട്. ചൈനയുടെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇത്രയും പെട്ടെന്നൊരു യുദ്ധത്തിനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒന്ന് അടങ്ങിയിരുന്ന യുദ്ധം പൊട്ടിപ്പുറപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളെ തന്നെ ഇത് എഫക്റ്റ് ചെയ്യും. ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ പല രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും കാര്യങ്ങളും, കയറ്റുമതിയും ഇറക്കുമതിയും പെട്രോളും പറഞ്ഞ പൊന്നും ഇതിൻ്റെയൊക്കെ വിലയും എല്ലാ രാജ്യങ്ങൾക്കും അത് എഫക്റ്റ് ചെയ്യും. അപ്പം യുദ്ധം വരാണ്ടിരിക്കട്ടെ, യുദ്ധം ആർക്കും ഒന്നിനും നല്ലതല്ല. പക്ഷേ നമ്മുടെ രാജ്യം ലോകം ഭരിക്കുന്ന പല നേതാക്കന്മാർക്കും അവരുടെ നിലനിൽപ്പിനും അവരുടെ സൗകര്യത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് പല യുദ്ധങ്ങളും മുന്നോട്ട് വന്നേ പറ്റൂ. അങ്ങനെ തന്നെയാണ് യുദ്ധം ഉണ്ടായിട്ടുള്ളത് ഇത്രയും കാലം. ഇനിയും ഇങ്ങനത്തെ ചില യുദ്ധങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതല്ലാത്തൊരു ചാൻസ് വരുമോ അറിയില്ല. എന്നാലും ലോകം ഇങ്ങനെ യുദ്ധവും കാര്യങ്ങളായിട്ട് തോന്നുന്നു. ഇന്ത്യയിൽ സംഘികൾ ഒരാവശ്യമില്ലാണ്ട് പല പരിപാടികളായിട്ട് നടക്കുന്നു. വല്ലാത്തൊരു കാലം അല്ലേ?